സൈലം ലേണിംഗ് അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ തിരക്കിലാണ് അല്ലെ, പരീക്ഷേന്റെ ഇടയിലാണ് ഉള്ളത്. അതിന്റെ പേടിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവൂലേ. അങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നടത്തുന്നുണ്ട് അല്ലെ. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ EVS മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഡിസ്കസ് ചെയ്യണം അല്ലെ. ഏത് ക്വസ്റ്റ്യൻ ആയിട്ടാ മിസ് വന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ. ഏതാണ്? വർണ്ണച്ചിറകുകൾ വീശി വീശി അല്ലെ, ഓൺ കളർഫുൾ വിങ്സ്. അപ്പൊ ആ ചാപ്റ്ററിൽ ഒട്ടനീളം നമ്മൾ പഠിക്കണത് ആരെ പറ്റിയാണ്? നമ്മുടെ പൂമ്പാറ്റേനെ പറ്റിയാണ് അല്ലെ, നമ്മുടെ ബട്ടർഫ്ലൈനെ പറ്റിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അത് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ അകത്തുനിന്ന് മുൻ വർഷത്തില് പ്രീവിയസ് ഇയറിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? ഇതായി കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചിത്രം തന്നു, ഒരു പിക്ചർ തന്നു. എന്നിട്ട് നമ്മളോട് പറയാണ് നമ്മുടെ പൂമ്പാറ്റയ്ക്ക് ജീവിത ചക്രത്തിൽ എത്ര സ്റ്റേജുകൾ ഉണ്ട് എന്ന്. 4 സ്റ്റേജുകൾ ഉണ്ട് അല്ലെ. ലൈഫ് സൈക്കിളിൽ അതിന് 4 സ്റ്റേജുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് നമ്മളോട് അവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യണമെങ്കിൽ, ഇതിന് കറക്റ്റ് ആയിട്ട് തെറ്റുകൂടാതെ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ പൂമ്പാറ്റയുടെ ലൈഫ് സൈക്കിൾ അറിയണം അല്ലെ. നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ജീവിത ചക്രം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം എവിടെ നിന്നാണ് ഈ പൂമ്പാറ്റ ഉണ്ടാകുന്നത്. ഈ പൂമ്പാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പൂവുകൾ തോറും അത് എന്ത് ചെയ്തോണ്ടിരിക്കും? പാറി പറന്നുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ ഇങ്ങനെ പാറി പറക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഇലകളിലായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പോയിട്ട് മുട്ടയിടുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജ് നമുക്ക് കിട്ടി. പൂമ്പാറ്റ എന്ത് ചെയ്യാണ്? ആ മുട്ട ഇട്ടിരിക്കുകയാണ്. അപ്പൊ മുട്ടയിൽ നിന്നാണ് ഈ പൂമ്പാറ്റ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഈ മുട്ട വിരിഞ്ഞ ഉടനെ പൂമ്പാറ്റ പുറത്ത് വരികയാണോ ചെയ്യുക? നമ്മുടെ വീട്ടിലൊക്കെ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. മുട്ട വിരിഞ്ഞിട്ട് കോഴി കുഞ്ഞായിട്ട് പുറത്ത് വരാറുണ്ട്. അതേപോലെയാണോ പൂമ്പാറ്റന്റെ കാര്യം? ഒരിക്കലും അല്ല അല്ലെ. ഈ മുട്ട വിരിഞ്ഞിട്ട് പുറത്ത് വരുന്നത് ആരാണ്? നമ്മുടെ പുഴുവാണ് അല്ലെ. കാറ്റർപില്ലർ എന്ന് പറയുന്ന നമ്മൾ പറയാറില്ലേ, തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു അല്ലെ. അപ്പൊ പുഴുവാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പുറത്ത് വരുന്നത്. അല്ലാതെ എന്തായിട്ടല്ല, പൂമ്പാറ്റ ആയിട്ടല്ല അല്ലെ. അപ്പൊ നമ്മളിപ്പൊ പറഞ്ഞ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ജീവിത ചക്രത്തില്, പൂമ്പാറ്റയുടെ ജീവിത ചക്രത്തിലുള്ള രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കാറ്റർപില്ലർ അഥവാ നമ്മുടെ പുഴുവാണ്. സെറ്റ് അല്ലേ മക്കളെ? പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പുഴു എന്തായിട്ട് മാറുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് സ്റ്റേജ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ. ഈ പുഴുവിന്റെ പുറമെ എന്ത് വരാൻ തുടങ്ങും? ഒരു കൂട് വരാൻ തുടങ്ങും അല്ലെ. ആ കൂടൊക്കെ വന്നിട്ട് ഇതാ ഇങ്ങനെ കാണുന്ന ഈ ഒരു സ്റ്റേജിന് ഒരു പേരുണ്ട്. എന്താണ് സ്റ്റേജ്? നമ്മുടെ പ്യൂപ്പ സ്റ്റേജ് ആണത് അല്ലെ. നമ്മുടെ പ്യൂപ്പയാണത്. ഈ പ്യൂപ്പ വിരിഞ്ഞിട്ടാണ്, ഈ പ്യൂപ്പയിൽ നിന്നുമാണ് പിന്നീട് ആര് പുറത്തേക്ക് പറന്നു പോകുന്നത്? നമ്മുടെ ഈ പൂമ്പാറ്റ പുറത്തേക്ക് പറന്നു പോകുന്നത്. അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് മിസ് കൊടുത്ത് കണ്ടോ നിങ്ങൾ? ഒരു പുഴുവിൽ നിന്ന് ഇങ്ങനെ കൂട് വന്ന് 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 എന്താവുന്നു? പ്യൂപ്പയാവുന്നു. ആ പ്യൂപ്പയിൽ നിന്ന് പിന്നീട് ആര് പുറത്തേക്ക് പോകുന്നു? നമ്മുടെ പൂമ്പാറ്റ പുറത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട 4 സ്റ്റേജസ് നിങ്ങൾക്ക് കിട്ടിയോ? ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ആ മുട്ട അല്ലെങ്കിൽ എഗ്സ് ആണ് അല്ലെ. അതിൽ നിന്ന് ഉണ്ടാവുന്നത് നമ്മുടെ പുഴു അല്ലെങ്കിൽ കാറ്റർപില്ലർ ആണ്. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ പ്യൂപ്പ സ്റ്റേജ് ആണ് അല്ലെ. അതിൽ നിന്നാണ് നമ്മുടെ ആര്? ബ്യൂട്ടിഫുൾ അല്ലെ, മനോഹരമായിട്ടുള്ള ആരുണ്ടാവുന്നത്? നമ്മുടെ പൂമ്പാറ്റ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ഉണ്ടാവുന്നത്. ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇതിനെ മാത്രമായിട്ട് നമുക്ക് പറഞ്ഞൂടെ? ഈ 4 സ്റ്റേജുകൾ മാത്രമായിട്ട് നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ആദ്യം എന്താണ്? നമ്മുടെ മുട്ട അല്ലെ, എഗ് ആണ്. അവിടെ നിന്ന് നമ്മുടെ പുഴു കാറ്റർപില്ലർ വരുന്നു. അവിടെ നിന്ന് നമ്മുടെ പ്യൂപ്പ വരുന്നു. അതിൽ നിന്ന് ആര് പറന്നു പോകുന്നു? നമ്മുടെ പൂമ്പാറ്റ അല്ലെ, ബട്ടർഫ്ലൈ പറന്നു പോകുന്നു. ഇനി നമുക്ക് നേരത്തെ മിസ് കാണിച്ചു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലോ? എങ്ങനെയാ നമ്മൾ അതിന്റെ ആൻസർ എഴുതുന്നത്? ഇതാ ഇവിടെ തന്നിട്ടുള്ളത് ആ ഓർഡറിലേ അല്ല അല്ലെ. ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് അറിയാലോ എന്താണെന്നുള്ളത്. ഓരോ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഏതാ വരിക എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ആദ്യത്തെ ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. അവിടെ നമ്മൾ എന്താ എഴുതുന്നത്? പൂമ്പാറ്റ അല്ലെങ്കിൽ അത് ബട്ടർഫ്ലൈ ആണ്. രണ്ടാമത്തെ നോക്കിയ ഒരു പുഴുവിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? കാറ്റർപില്ലർ അല്ലെങ്കിൽ പുഴുവാണ്. അടുത്ത ഇതാ ഇലകളിൽ മുട്ട ഇട്ടിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് അവിടെ എഴുതാം അല്ലെ. എഗ്സ് എന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇത് നമ്മുടെ പ്യൂപ്പ സ്റ്റേജ് ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ 4 നമുക്ക് എഴുതാൻ പറ്റുമല്ലോ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഇത് സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ വേറെ ചാപ്റ്ററിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം കേട്ടോ. ബൈ.